ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട മീന്തുള്ളി നോർത്തിൽ പുഴയിലെ നടപ്പാലം ഉയർത്താൻ നടപടികൾ തുടങ്ങി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ഉരുൾപൊട്ടലിന്റെയും മലവെള്ളപ്പാച്ചലിന്റെയും ദുരിതത്തിൽ പുഴ കടക്കാനാവാതെ ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു കോഴിച്ചാൽ മീന്തുള്ളി നോർത്തിലെ ജനങ്ങൾ. ഇവിടെ പുഴയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് നടപ്പാലം മലവെള്ളത്തിൽ ഒലിച്ചുപോയതോടെയാണ് ഗ്രാമവാസികൾ ഒറ്റപ്പെട്ടത്. 35 കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിലേക്കുള്ള ഏക യാത്രാ വഴിയായ പാലത്തിന്റെ സ്ഥാനത്ത് എത്രയും പെട്ടെന്ന് ബദൽ സംവിധാനം ഉണ്ടാവണമെന്നായിരുന്നു ആവശ്യം. ഇതിനെ തുടർന്ന് നിലവിലെ നടപ്പാലം ഉയർത്താനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പല വീടുകളിലും ആളില്ലാത്ത അവസ്ഥ കാണാം. അതിൻ്റെ കാരണം ഇതൊക്കെയാണ്. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു കാര്യങ്ങൾ പറയാനുള്ള, അവിടെയുള്ള എല്ലാ ആളുകളും മാറി താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പാലം ശരിയാകുന്നില്ല എന്ന് പിടിക്കുക, തൽക്കാലം നടപ്പാലം ശരിയാകുന്നില്ല എങ്കിൽ എല്ലാ ആളുകളും മാറി താമസിക്കേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് കർണാടക പോസ്റ്റാണുള്ളത്. ആ കർണാടക പോസ്റ്റിൽ നിന്ന് ആന ഇറങ്ങുന്നുള്ളത് സുനിശ്ചിതമാണ്. അങ്ങനെ ആന ഇറങ്ങിയാൽ അക്കരെ മാത്രമല്ല, അക്കരയുള്ളവർക്ക് മാത്രമല്ല, ഇക്കരയുള്ളവർക്ക് അത് വീട്ടിനെയായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ ജീവിക്കുന്നത് ഒരു ഫോറസ്റ്റ് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഇക്കരെയുള്ള ബാക്കിയുള്ള നാടുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പൊതുസമൂഹമാണ് ഞങ്ങളെ അവിടെ നിലനിർത്തേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത്. കാരണം അത് പൊതുസമൂഹത്തിൻ്റെ ബാധ്യത എന്ന് മാത്രമല്ല, അത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം കൂടിയാണ്. ഞങ്ങളവിടെ കുറച്ച് ആളുകൾ അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കോച്ചാലിൽ പാലം വന്നതോടുകൂടി കോച്ചാലിലെ ആളുകളെല്ലാവരും സേഫായിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ അവർക്ക് വേറൊരു കാര്യം ആലോചിച്ച് പോകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളും പാലം ഇനിയും താമസിച്ച് പോവുകയാണെങ്കിൽ, ശാശ്വതമായൊരു പാലം എന്നുള്ളത് ഇനിയും താമസിച്ച് പോവുകയാണെങ്കിൽ അവിടുന്ന് ആളുകൾ ഇട്ടൊഴിഞ്ഞ് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാട്ടാനക്കല്ലും കാട്ടുമൃഗങ്ങളുടെ ശല്യമെല്ലാം അത് ഇക്കരക്കാർക്കായിരിക്കും. ഇക്കരക്കാർക്കും അതിൻ്റെ അപകടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്. എല്ലാ വർഷവും മഴക്കാലമായാൽ കാട്ടാനയുടെ ശല്യമുണ്ടാവുന്ന ഭാഗം കൂടിയാണ് ഈ പ്രദേശം. പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യം കണക്കിലെടുത്ത് പുഴയ്ക്ക് കുറുകെ 2 കോടി രൂപ ചെലവിൽ അനുവദിച്ച പാലത്തിന്റെ സ്പാനുകളുടെ നിർമ്മാണം മാത്രമാണ് നടന്നത്. പുഴയിൽ കുത്തൊഴുക്കുള്ളതിനാൽ ഇപ്പോൾ കിലോമീറ്റർ ദൂരം ചുറ്റിവളഞ്ഞ് വേണം ഇവിടെ എത്തിച്ചേരാൻ. തീർത്തും ഒറ്റപ്പെട്ട ഗ്രാമത്തിലേക്കുള്ള നടപ്പാലം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം മഴ കുറഞ്ഞാൽ കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണ കാര്യത്തിലും നടപടികൾ ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നതെന്ന് പൊതുപ്രവർത്തകനായ ഷൈജു മീന്തുള്ളി പറഞ്ഞു. പെട്ടെന്നൊരു നിവേദനം തയ്യാറാക്കിയിട്ട് ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ എംഎൽഎ നമ്മുടെ ഓഫീസിലും കൊണ്ടു കൊടുത്തിട്ട് വന്നിരിക്കുന്ന വഴിയാണത്. പിന്നെ കളക്ടർക്ക് ഉള്ളത് മെയിനായി അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ നേരത്തെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെ ഒരു ചെയ്യാൻ പറഞ്ഞു. അത് പ്രകാരമാണ് നമ്മുടെ ആ ഒരു പ്രദേശത്ത് ഉൾപ്പെടുന്നത് മാത്രമായിട്ടുള്ളൊരു ഗ്രാമസഭയുടെ അയൽക്കൂട്ടമുണ്ട്. അയൽക്കൂട്ടത്തിന് കൺവീനർ ഒപ്പിട്ടുകൊണ്ട് ഒരു നിവേദനമാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത്. ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും കൂലിപ്പണിക്കാരാണ്. ഒരാൾ പോലും കൂലിപ്പണിക്കാർ അല്ലാത്ത ഒരു കുടുംബം പോലും അവിടെ ഇല്ല. അങ്ങനെയുള്ള മനുഷ്യന്മാർ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിയമമായ തുകയൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ നിയമ സംവിധാനങ്ങളും നമ്മുടെ ഭരണകൂടവും അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ഈ ഒരു പാലം, നിലവിലുള്ള നടപ്പാലം പുനഃസ്ഥാപിച്ച് കിട്ടണം. പുനഃസ്ഥാപിച്ച് കിട്ടണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടല്ല, നമ്മുടെ പാലം ഓൾറെഡി പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ ഈ ഒരു ഇപ്പം തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് 6 കൊല്ലമായി ഞങ്ങളുടെ മീന്തുള്ളി പാലം. മീന്തുള്ളി പ്രഖ്യാപിച്ച പാലം ഒന്ന് കോച്ചാലി പൂർത്തിയായി. ഇപ്പം നിങ്ങൾക്ക് ആ പാലത്തിൻ്റെ പേര് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പാലത്തിൽ എഴുതുന്ന പേര് കോച്ചാൽ മീന്തുള്ളി പാലമാണ്. മീന്തുള്ളി അനുവദിച്ച പാലമാണ് കോച്ചാലുള്ളത്. അത് നമുക്ക് പെട്ടെന്നല്ല, കാരണം നമുക്ക് അടുത്തൊരു പാലം എഴുതുന്നുണ്ട്. 2 കോടിയിലാണെങ്കിലും ഒരു പാലം നമുക്ക് പാസ്സായി ഉണ്ട്. അതിൻ്റെ പിള്ളേരുടെ വർക്കുകൾ തീർന്നതാണ്. അത് ഈ ഒരു സാഹചര്യം കൂടെ മുൻപിലെടുത്ത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണികൾ പൂർത്തിയാക്കാനായിട്ട് ഈ മഴക്കാലം പുഴയിലെ വെള്ളം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ബന്ധപ്പെട്ടവർ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അതിനുവേണ്ടി സ്വീകരിക്കണം. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.